വേഗം വാ, നമുക്ക് അവനെ പിടിക്കാം. ഈ വെള്ള പോപ്പറ്റിന്റെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോയി കളയേണ്ടി വരും. അവിടെ നിൽക്ക്. ഇനിയിപ്പോ ഇവിടെ മാത്രമേ വെള്ള പെയിന്റ് അടിക്കാൻ ബാക്കിയുള്ളൂ. എന്റെ ചെയിൻ മിക്കവാറും റെഡിയായി കാണും. അല്ല, ആരാ ഈ ഫോൺ വിളിക്കുന്നേ? ഹലോ ഹലോ പോപ്പട്ടെ. ആ പറയടാ, എന്താ കാര്യം? ഒന്നുമില്ല, വീട്ടിലെ ടെലിഫോൺ ഒന്ന് ചെക്ക് ചെയ്തതാ. ഓക്കേ ബൈ. ഓ പിന്നെ ആരായി കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ ഹലോ എടാ പോപ്പട്ടെ. വേഗം പറയടാ, നിനക്ക് എന്താ വേണ്ടത്? ഓ ഒന്നുമില്ല, വെറുതെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തതാണ് ഞാൻ. എന്നാ വെക്കട്ടെ? ഓ ഇവന്റെ ശല്യം കൂടി കൂടി വരിക. ഇപ്പൊ നീ എന്താ ടെലിഗ്രാം ആണോ ചെക്ക് ചെയ്തത്? വെക്കടാ ഫോൺ. ഇനി വിളിച്ച നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഇവനൊക്കെ ഫ്രണ്ടായിട്ട് കിട്ടിയത്? സംശയമുണ്ടോ? എന്റെ പോപ്പട്ടെ, ലോകത്തുള്ള എല്ലാവർക്കും വേണം സുരക്ഷ. ഒരു കോളേ വിളിച്ചോളൂ, അതിനാണോ ഇത്രയും വലിയ ശിക്ഷ? അയ്യോ, ഇത് ഖന്ന സാറായിരുന്നോ? ഞാൻ ആള് മാറി അറിയാണ്ട് പറഞ്ഞു പോയതാ. അല്ല, സാർ എന്തിനാ വിളിച്ചത്? അത് പിന്നെ പോപ്പട്ടെ, എനിക്കല്ല, ഹണിക്കെന്തോ പറയാനുണ്ട്. ഹലോ പോപ്പട്ടെ, ഞാൻ ജസ്റ്റ് ഖന്ന സാറിന്റെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തതാണ്. എന്നാ ശരി, വെക്കട്ടെ? 4G ഇല്ലെങ്കിൽ 3G കിട്ടുന്നവരെ ക്ഷമിക്കാം. 2G ആയാലും കുഴപ്പമില്ലാന്ന് വെക്കാം. പക്ഷെ ഈ ഹണിയുടെ കയ്യിലിരിപ്പ് ഒട്ടും ക്ഷമിക്കാൻ പറ്റില്ല. അയ്യോ പോയി. അയ്യോ ദാ എന്റെ മൊബൈൽ പോയി. ഈ കോണിക്ക് എന്താ പറ്റിയ? അയ്യോ 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 എന്റെ പോപ്പട്ടിന്റെ മേത്തേക്ക് പെർമനന്റ് പെയിന്റാ വീഴുന്നത്. ടോസ് ഇട്ട് നോക്കാം. ഹെഡ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന് പണി കൊടുക്കണം. ടെയിൽസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ സഹായിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പണി കൊടുത്തേ മതിയാകൂ. പോയി എല്ലാവരോടും പറയാം, വൈറസ് പരത്തുന്ന ഒരു വെള്ള പോപ്പട്ട് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന്. ഇവനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ വൈറസ് പടരുമെന്ന് പറയാം. കാലക്ക് ഇന്ന് എന്റെ ഗീര പോപ്പട്ടാണ്. ഇതവന്റെ വിധിയാണ്. എടാ, ഒരുപാട് സമയമായല്ലോ. മാർക്കറ്റിൽ പോയ പോപ്പട്ട് വന്നില്ല. അവരെ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയോ? പോപ്പട്ടെ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെടാനോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അവനെ എന്റെ കൂട്ടുകാരനാ. എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നൊക്കെ ഊരി പോന്നോളും. ഇപ്പോൾ കിട്ടിയ ഒരു ചൂടുള്ള വാർത്ത. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഏതോ ഒരു വെള്ള പോപ്പട്ട് പറന്നെത്തിയിരിക്കുകയാണ്. അതിനെ തൊട്ടാൽ മാരകമായ വൈറസ് പടരും. അത് മുഖേന ഉണ്ടാകാൻ മാരകമായ രോഗങ്ങൾ. ഈ ശബ്ദം സണ്ണിയുടെ പോലുണ്ട്. അപ്പോൾ വെള്ളപ്പൊപ്പട്ടെ പറയൂ, എന്താണ് നിന്റെ പേര്? എന്റെ വളരെ ഭീകരമായ ഒരു പേരാണ്. മാത്രമല്ല ഈ വെള്ളപ്പൊപ്പട്ടിന്റെ ശബ്ദം നമ്മുടെ പോപ്പട്ടിന്റെ പോലെ ഉണ്ടല്ലോ. പറയൂ, നിങ്ങളുടെ വൈറസിനെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഞാൻ അഥവാ ഇതൊരു ആനയെ തൊട്ട് കഴിഞ്ഞാൽ ആ ആന ചരിയാൻ സാധ്യതയുണ്ട്. പശുവിനെ തൊട്ടാൽ അതിന്റെ പാല് വിഷമായേക്കാം. അതിരിക്കട്ടെ, ഇത് പറയൂ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചതാരാണ്? എന്നെ നമ്മുടെ ശത്രുരാജ്യം അയച്ചതാണ് എല്ലാവരുടെയും വിശ്വാസം. നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ഇതിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും നമുക്ക് വലിയ ആപത്തുണ്ടാക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ ചെവി അടച്ചു പിടിക്കുക. ക്യാമറമാൻ ദേവരാജിനോടൊപ്പം ചതുർവേദി ഇന്നത്തേക്ക് മാത്രം. അയ്യോ അല്ല, ഈ വാർത്ത തെറ്റാണ്. കൂട്ടുകാരെ, എനിക്ക് എന്തോ പണികെട തോന്നുന്നുണ്ട്. നമുക്ക് വേഗം മാർക്കറ്റിലേക്ക് പോയി നോക്കാം. ജോർദാർ പറയുന്നത് ശരിയാണ്, വാ നോക്കാം. ഹലോ ഹലോ, ഇവിടുന്ന് കുറച്ച് വെള്ളം കിട്ടുമോ? ആ അവിടെ ഉണ്ട്. താങ്ക് യു. എടോ, തന്റെ വൈറസ് എന്റെ കറുത്തവരെ മാഞ്ഞു പോയി. നീ ആ വാർത്തയിൽ കണ്ട വൈറസ് പടർത്തുന്ന പോപ്പട്ടല്ലേ?
ആ, അയ്യോ എന്റെ പാല്. നിന്റെ വൈറസ് കാരണം ദേ എന്റെ പാല് മുഴുവനും ചീത്തയായി. ഇനി എന്റെ മക്കൾക്ക് ഞാൻ എന്തെടുത്ത് കൊടുക്കും? ചേടാ ഇതെന്തൊരു കഷ്ടമാ നോക്കണേ. അല്ല അത് പിന്നെ അവർക്ക് ബട്ടർ പനീർ കൊടുത്താ മതി. പക്ഷെ അവർ നല്ല പാൽഗോവ കഴിക്കാനാ ആഗ്രഹിക്കുന്നത്. അയ്യോ ഈ പോപ്പന്റെ ഇവിടെ ഓടിക്കേ, ഇവൻ എല്ലാവർക്കും അപകടം ഉണ്ടാക്കും. വേഗം ഇവിടുന്ന് പുറത്തു പോവാൻ നോക്ക്. വെറുതെ വൈറസ് പടർത്തരുത്. അയ്യോ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞാൻ അപകടകാരിയല്ല. കൂട്ടുകാരെ ടി വി വെച്ചപ്പോഴും നമ്മൾ പോപ്പട്ടിന്റെ ശബ്ദം കേട്ടായിരുന്നു. ഇതാ ഇവിടുന്ന് ഇപ്പോൾ പോപ്പട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ പോപ്പട്ടിനെ കാണാതായതിനു ശേഷമാ ഈ പോപ്പട്ടിന്റെ വാർത്ത വന്നത്. ഇത് തീർച്ചയായും നമ്മുടെ പോപ്പട്ടാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഉറപ്പ് വരുത്തിക്കോട്ടെ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ കൂട്ടുകാരിതാ എത്തി. എന്നെ ഒന്ന് രക്ഷിക്കേ. ഇവരെല്ലാരും കൂടി എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തിലാണ്. എന്നെ രക്ഷിക്കണേ. ഇതെല്ലാം സണ്ണിയുടെ പണിയാ. ഇത് വൈറസ് പടർത്തുന്ന പോപ്പട്ടാണെന്ന് ഇവൻ എല്ലാരും വിശ്വസിപ്പിച്ചിരിക്കുക. വേഗം വാ, നമുക്ക് അവനെ പിടിക്കാം. ഏയ്, നിക്ക്. ഈ വെള്ള പോപ്പറ്റിന്റെ നാട്ടിൽ നിന്ന് എവിടെയും പുറത്തു കൊണ്ടുപോയി കളയേണ്ടി വരും. അവിടെ നിക്ക്. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ്. ഈ പോപ്പട്ട് ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പോപ്പറ്റ് ഗ്രീൻ അല്ലേ, ഇത് വൈറ്റ് അല്ലേ? ഇവനെ വേഗം പുറത്താക്കണം. അവൻ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവൻ നമ്മുടെ കൂട്ടുകാരനാണെന്ന് അവന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. ഓഹോ, നിങ്ങൾ കാല് മാറിപ്പോയതാണ്. ഇത് ആ പോപ്പറ്റല്ല. സീബ്ര ചേട്ടാ, ഞാൻ ചേട്ടന് വേണ്ടിട്ട് നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ തരില്ല, ഞാൻ പിന്നെ തരാം. I am proud of you, my tiger. I am proud of you. അയ്യോ, എവിടെ ടൈഗർ? പോപ്പട്ടിനെ നമുക്ക് രക്ഷിക്കണം. ഞാൻ സഹായിക്കണോ? അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. അല്ല എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, ഞാൻ പോപ്പട്ടാണോ അതോ വോളിബോൾ ആണോ? ഞങ്ങളുടെ കൂട്ടുകാരനെ. അയ്യോ. അവന്മാര് മൂന്നും ആ വെള്ള പോപ്പറ്റിനെ കൊണ്ട് ഓടി. നിന്നെ ഒന്നും ഞാൻ വിടാൻ പോകുന്നില്ലടാ. നിന്നെ കണ്ടിട്ട് ഇപ്പൊ പൊപ്രാവിനെ പോലെ ഉണ്ടല്ലോ. പോപ്രാവോ? അതെ, പോപ്പട്ടിന്റെ പ്രാവിന്റെ മിക്സ് ആണ് പൊപ്രാവ്. എന്റെ കയ്യിലൊരു നല്ല ഐഡിയ ഉണ്ട്. ഇവന് നമുക്ക് 5 ദിവസത്തേക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. കുറച്ച് കഴിയുമ്പോ പൂപ്പൽ പിടിക്കും. അപ്പൊ പച്ച നിറവും. അല്ലെങ്കിലും പൂപ്പലിന് പച്ച നിറമാണല്ലോ. മിണ്ടാതിരിക്കെ കഴുതേ, ഈ സണ്ണി നമുക്ക് കെട്ടിന്റെ പണിയാ തന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അതിലൂടെ പോപ്പട്ട് പഴയ രൂപത്തിലാവും. പിന്നെ സണ്ണിക്ക് അവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയും കിട്ടും. ആഹാ, താങ്ക് യു. എന്റെ അമ്മച്ചി, നിങ്ങളെന്തായി കാണിച്ചത്? കൂട്ടുകാരെ, ഞങ്ങൾ ആ വെള്ള പോപ്പണ്ണെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു. എങ്ങോട്ട് ഓടിച്ചെന്നാ? ദാ ഇവിടെ തന്നെ. ഇവിടെ അതിന്റെ വൈറസ് ഇവിടെയുണ്ട്. അതെ, പക്ഷെ ഈ പച്ചപ്പൂച്ച നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവന്റെ വൈറസ് നാട്ടിൽ പടരുന്നതിന് മുമ്പ് നമുക്ക് ഇവനെ നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഓടിക്കണം. അതെ, ഇത് സത്യമൊന്നും അല്ല.
ഞാൻ സണ്ണിയാണ്. ഇവരാണ് എന്റെ പുറത്ത് ഈ പച്ച നിറം പൂശിയത്. അതിന് നിന്നോടെന്തിനാ ഇവരിതൊക്കെ ചെയ്യുന്നേ? ആ പറ ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? കാരണം ഞാൻ പോപ്പട്ടിനെ വൈറസ് ഉള്ള വെള്ളപ്പൊപ്പട്ടാന്ന് എല്ലാരും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെല്ലാം മണ്ടന്മാരാക്കിയതാണ്. അതുകൊണ്ടാണ് ഈ പോപ്പട്ട് ഇങ്ങനെ അപകടത്തിൽ പെട്ടത്. സോറി. നിക്ക് ഞാൻ തെളിവ് തരാം. ഓ, ഇതിലും വലിയ തെളിവ് സ്വപ്നങ്ങളിൽ മാത്രം. ഈ പാവം പോപ്പനോട് എന്തിനാ നീ ഇത് ചെയ്തത്? കൂട്ടുകാരെ, നിങ്ങളെ എനിക്ക് കൂട്ടുകാരായി കിട്ടിയത് എന്തുമാത്രം ഭാഗ്യമുള്ളത് കൊണ്ടാണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സൗഹൃദത്തിൽ നോ സോറി നോ താങ്ക് യു. സന്തോഷം കൊണ്ടുള്ള കണ്ണീര് എന്റെ ഒറിജിനൽ കളർ തിരിച്ചു കൊണ്ടുവന്നു.